കേരള വന നിയമ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സ്വാതന്ത്ര്യ കർഷക സംഘടനയായ കിഫയുടെ നേതൃത്വത്തിൽ ഫ്രീഡം മാർച്ച് സംഘടിപ്പിച്ചു. പാലക്കാട് മണ്ണാർക്കാടിന് സമീപം കാഞ്ഞിരത്ത് നടന്ന മാർച്ചിൽ നൂറുകണക്കിന് കർഷകർ പങ്കെടുത്തു. സംസ്ഥാന വന നിയമ ഭേദഗതി കരിനിയമമാണെന്നും ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് കിഫയുടെ നേതൃത്വത്തിൽ ഫ്രീഡം മാർച്ച് നടന്നത്. നിയമ ഭേദഗതി വനം വകുപ്പിന് അമിതാധികാരം നൽകുന്നതാണെന്ന് നേതാക്കൾ ആരോപിച്ചു. കിഫ ചെയർമാൻ അലക്സ് ഒഴുകയിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര നിയമം 1972 വന്യജീവി സംരക്ഷണ നിയമം, അതിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. അത് കിഫ പലതവണ പറഞ്ഞിട്ടുണ്ട്. 2022 ഈ വന്യജീവി സംരക്ഷണ നിയമം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തു. ആ സമയത്ത് 22 പേജുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒബ്ജക്ഷൻസ് നമ്മൾ ഫയൽ ചെയ്തിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മൾ പറഞ്ഞ ഒബ്ജക്ഷൻസ് അവർ പരിഗണിച്ചില്ല. ഒന്നാമതായിട്ട്, വനത്തിന് വെളിയിലിറങ്ങുന്ന വന്യമൃഗങ്ങൾക്ക് നിയമ സംരക്ഷണം ഉണ്ടാവരുത്. അത് കിഫ കാലാകാലമായിട്ട് പറഞ്ഞ കാര്യങ്ങളാ. വന്യമൃഗങ്ങൾക്കുള്ള സംരക്ഷണം വനത്തിൽ മാത്രം. ആ രീതിയിൽ കേന്ദ്ര വന്യജീവി നിയമം ഭേദഗതി ചെയ്യേണ്ടതുണ്ട്. ഫാദർ സജി ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി. ഈ ഫ്രീഡം മാർച്ചിൽ കണ്ണു ചേരുമ്പോ ഏതെങ്കിലുമൊക്കെ ഒരു ഗവൺമെന്റിനെയോ ഭരണകൂടത്തെയോ താഴെ ഇറക്കുമെന്നോ താഴേക്ക് മറിച്ചിടുമോ എന്നോ പറയാൻ വേണ്ടിയിട്ടോ അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ ഈ മാർച്ച് നടക്കുക. പക്ഷേ നമ്മൾ പറയുന്ന അവകാശങ്ങൾക്കൊക്കെ ചെവി തന്നില്ലെങ്കിൽ, നമ്മൾ പറയുന്ന അവകാശങ്ങളെയൊക്കെ കേൾക്കാൻ തയ്യാറായില്ല എങ്കിൽ ഇന്നിവിടെ കൂടിയിരിക്കുന്ന 10,000 1000 പേര് മാത്രമായിരിക്കില്ല. ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ 10,000-ങ്ങളും ലക്ഷങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ഫ്രീഡം മാർച്ച് ഉണ്ടാകുമ്പോ അതിനെ അതിജീവിക്കാനായിട്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഒരു ഭരണകൂടത്തിനും കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്താനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തെരുവിൽ ഇതുപോലെ ഒരു മാർച്ചിന്റെ സൂചനാ മാർച്ച് നടത്തി അവരെ ഓർമ്മപ്പെടുത്തുന്നത്. ഭേദഗതി പിൻവലിച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി സമരം ശക്തമാക്കുമെന്ന് കിഫ വ്യക്തമാക്കി. ന്യൂസ് മലയാളം, പാലക്കാട്.